ഞാൻ എത്രയൊക്കെ തെയ്യം കെട്ടിയാടിയാലും ഭക്തന്മാർ ദൈവമായിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാലും ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. ഞാൻ മുരളിപ്പണിക്കർ, ചെറക്കൽ മുരളിപ്പണിക്കർ. ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെ ചെറക്കൽ ദേശത്ത് തന്നെയാണ്. എൻ്റെ അപ്പൻ്റെ പേര് കൃഷ്ണൻ പണിക്കർ. അപ്പനുള്ള സമയത്ത് തന്നെ ഞാൻ ഈ തെയ്യം മേഖലയിലേക്ക് വന്നതാണ്. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ആണ് അപ്പൻ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആരും എൻ്റെ കുടുംബത്തിലുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നത്. ഇപ്പം ഏകദേശം ഒരു 46-47 വർഷത്തോളമായി ഈ ഒരു രംഗത്ത് തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അപ്പൻ തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ. ആദ്യമായിട്ട് കെട്ടിയത് ഗുളികനായിരുന്നു, തെക്കൻ ഗുളികൻ എന്ന് പറയും. ഇപ്പം മകനും ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളമായി ഇപ്പോൾ ഈ രംഗത്തേക്ക് വന്നിട്ട്. എനിക്ക് എൻ്റെ അപ്പൻ പറഞ്ഞു തന്നെ ആ ഒരു സംഗതികളാണ് ഇപ്പം ഞാൻ മകനിലേക്ക് പകർന്നു കൊടുക്കുന്നത്. എൻ്റെ ഭാര്യ വീട് കാസർഗോഡാണ്. അവർ ശരിക്കും നമ്മൾ തെയ്യക്കാർ അനുഭവിക്കുന്നതിനെക്കാട്ടിയും പ്രയാസങ്ങൾ അവർക്കുണ്ടാവും. കാരണം ഇതിൻ്റെ തെയ്യത്തിന് പോകുന്ന സമയത്തുള്ള അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കി കൊടുക്കൽ, ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പേര് അഭിരാം പണിക്കർ. കൊറോണ കാലഘട്ടത്തിൽ, അതായത് 2021 ആ ഒരു ടൈമിൽ ഞാൻ ആദ്യമായിട്ട് ഗുളികൻ തെയ്യം കെട്ടി. എൻ്റെ ആദ്യ ഗുരു എൻ്റെ അപ്പനാണ്. ഈ ഗുളികൻ തെയ്യത്തിൻ്റെയും വടക്കൻ ഗുളികൻ്റെയും എല്ലാ തെയ്യങ്ങളുടെയും കാര്യങ്ങളും സംഗതികളൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ അപ്പനാണ്. നമ്മൾ ഇപ്പോൾ ഏത് തെയ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലെത്തി വന്നിക്കണ്ടെടുക്കുകയൊക്കെ വന്നിച്ച് നമ്മൾ അണിയറയിൽ കയറി അതിൻ്റേതായ ആ ഒരു സമയമാകുന്ന സമയത്ത് ഈ കൊടിയില കത്തിച്ചിട്ട് തരും. ഈ കൊടിയില കത്തിച്ചിട്ട് തരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള അരിയും കാര്യമെല്ലാം കെട്ടി നമ്മൾ ഈ ദർപ്പണം നോക്കണം. അതായത് കണ്ണാടി നോക്കി ഈ വരഞ്ഞതായിരിക്കുന്ന രേഖകളും കാര്യങ്ങളും കണ്ണിൻ്റെ എഴുത്തും ആ ഒരു ബോധത്തിൽ നിന്ന് ഈ ദർപ്പണം നോക്കലോടുകൂടി നമ്മൾ ആ തെയ്യമായിട്ട് മാറുകയും. മിക്ക തെയ്യത്തിനായാലും നമ്മൾ വരവിളി എന്ന് പറഞ്ഞ ഒരു സംഗതി. അപ്പോൾ ഈ വരവിളിക്കുന്നത് ആ തെയ്യം, നമ്മൾ ഏത് തെയ്യാണോ കെട്ടുന്നത് ആ തെയ്യത്തിന് നമ്മളെ ശരീരത്തിലേക്ക് ആവാഹിച്ച് വിളിച്ചു വരുത്തുന്നത്. അതാണ് ഈ വരവിളി എന്ന് പറയുന്നത്. എഴുന്നള്ളി വരിക വേണം, ആ എഴുന്നള്ളി വരിക വേണം എന്ന് പറഞ്ഞാൽ ആ വരിക വേണം നമ്മളെ ശരീരത്തിലേക്ക് ആ ദേവന വരുത്തിക്കോണം. അങ്ങനെ ആ ഒരു സമയം മുതൽ ഞങ്ങളും ആ ദേവനുമായിട്ടുള്ളൊരു ബന്ധം വന്നു. പിന്നെ അതിനോടുകൂടി അതിൻ്റെ പൊലിച്ചു പാട്ടും കാര്യം തോറ്റു, 1-ാം തോറ്റും 2-ാം തോറ്റും 3-ാം തോറ്റും ശരിക്ക് തോറ്റ് ചമക്കുമായി. നമ്മൾ തോറ്റത്തിലേക്കൂടെ ദൈവത്തിനെ നമ്മൾ തോറ്റ് ചമച്ചിട്ട് ഞങ്ങളെ ശരീരത്തിലേക്ക് ആ ഒരു ദേവനെ കൊണ്ടുവരികയായിരുന്നു. സംഗതികൾ ആ രൂപത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ തീരുന്നത് വരെ ആ ഒരു രൂപത്തിലുണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തെയ്യം അവസാനിക്കുന്നത്. നമ്മളിപ്പം തെയ്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യനാണല്ലോ, മനുഷ്യ ശരീരത്തിലാണല്ലോ. ഞങ്ങൾ ഈ ശരീരത്തിൽ, അതായത് ചുണ്ടൻ വരെയുള്ള മുതൽ മൂർധാവ് വരെയുള്ള കംപ്ലീറ്റ് നാഡീ ഞരവിനെ കെട്ടിമുറുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും തെയ്യം കെട്ടലെന്ന് പറഞ്ഞാൽ. അതായത് കാലിന് ചിലമ്പ് എന്ന് പറഞ്ഞ സാധനം, അവിടെ നേരത്തെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റും പാടകം മണിക്കയിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ബാക്കിയുള്ള അരക്കാണം, ബാക്കിയുള്ള മൊത്തം സാധനത്തിൻ്റെ കെട്ടുകൾ വരുന്നത്. അത് കഴിഞ്ഞാൽ കൈക്ക് വള, ചൂടകം, പിന്നെ ബിരുദ്, കൈത്തണ്ടകൾ, ചുങ്കി വറി എന്നെല്ലാം പറഞ്ഞ് 2 കൈക്കും അതങ്ങനെ കഴുത്തിലാണെങ്കിൽ മറ്റുള്ള കഴുത്തക്കെട്ടായാലും വിരളായാലും ബാക്കി അങ്ങനെയുള്ള കഴുത്തിന് വരുന്നത് അത് കഴുത്തിനാണ് കെട്ടി വരുന്നത്. പിന്നെ എല്ലാറ്റിലും ഉപരിയായിട്ട് ഞങ്ങളെ തെയ്യത്തിൽ ഞങ്ങൾ അന്നും ഇന്നും എപ്പോഴും ഏത് കാലഘട്ടത്തും ഞങ്ങളെ 21 ഗുരുക്കന്മാർ സാക്ഷിയാക്കി നിർത്തിയത് ഞങ്ങൾ, അതാണ് ഈ തലപ്പാളി എന്ന് പറയുന്നത്. ആ തലപ്പാളി വെച്ചതിന് പുറമെ എന്തെല്ലാം കിരീടങ്ങളാണോ എന്തെല്ലാം സംഗതികളാണോ വരുന്നത് അതിൻ്റെയൊക്കെ കെട്ട് മൊത്തം തലക്കാണ് വരുന്നത്. ദൈവത്തിൻ്റെ മുടി ഒരുപാട് കനം വരുന്ന മുടിയാണ്. മണിക്കൂറുകൾ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. പക്ഷേ അതിന് ഈ കഴുത്തിനാണ് ശരിക്കും ഇത് ബാധിക്കുക. ഇതിൻ്റെ കെട്ട് അരക്കാണ് മെയിനായിട്ടുള്ള കെട്ട് വരുന്നത്. അപ്പോൾ ആ
നമ്മളിപ്പോൾ തെയ്യക്കാരൻ്റെ പുറം നോക്കൂ, ആ മുടി കൊണ്ട് എന്താ എങ്ങനെ കളിക്കണം, അതിന് എത്ര ഊക്കിൽ മുറുക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതിനനുസരിച്ച് മുറുക്കലാണ് മുറുക്കും. അത് ശരിക്കും അടയനെ ബാധിക്കുകയും ചെയ്യും. അതേമാതിരി ഇത്രയും സമയം നിൽക്കുന്ന സമയത്ത് ഈ കഴുത്തിന് ഇതിൻ്റെ മുടീൻ്റെ ഭാരം ശരിക്കും കഴുത്തിനാണ് അറിയാം. അങ്ങനെ വളരെ പ്രയാസങ്ങൾ ഒരു തെയ്യം കലാകാരൻ അനുഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ നല്ലത് രസമുണ്ട്, ആ തെയ്യം നല്ല വൃത്തിയുണ്ട്, അങ്ങനെ എല്ലാതെയും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ തെയ്യക്കാരന് അത്രയധികം വിഷമങ്ങൾ സഹിക്കുന്നുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾക്കും ഭക്തന്മാർക്കും അറിയുന്നവരുണ്ടാവും, മനസ്സിലാക്കുന്നവരുണ്ടാവും. ഞങ്ങൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ശരീരത്തിന്, അതായത് മനുഷ്യ ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് ഞങ്ങൾ സ്വയം ഏൽക്കേണ്ടി വരുന്നത്. ഒന്ന് ഉറക്കൊഴിച്ചൽ, രണ്ടാമത് വയറ് കാലിയാവൽ. വയറ് കാലിയായിട്ട് തന്നെ ഉണ്ടാവും. ഒരു മനുഷ്യ ശരീരത്തിൽ മലമൂത്ര വിസർജനങ്ങൾ ഇത്രയും മണിക്കൂറൊക്കെ ഇല്ലാതെ കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതെല്ലാം ഒരു ദൈവകടാക്ഷം തന്നെയല്ലേ. പക്ഷെ അതൊന്നും ഇല്ലാതെ കൊണ്ട് ഇത്രയും മണിക്കൂറുകൾ കെട്ടി നിന്നിട്ട് വിജയിപ്പിച്ചെടുക്കുന്ന ആ ഒരു കലാടിമാർക്ക് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ ഉണ്ടാവും. തെയ്യക്കാലം എന്ന് പറയുന്ന ഒരു ത്രാവം മുതൽ ഏകദേശം ഒരു മേടം ലാസ്റ്റ് വരെ ഒരു തെയ്യാട്ട കാലത്ത് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് പരിപൂർണമായി ജീവിക്കാൻ കഴിയില്ല. യാതനകളും വേദനകളും അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ നമ്മളെ ഈ തെയ്യം കലാകാരന്മാർ എന്ന് പറയാം. ഓരോരോ തെയ്യക്കാരൻ എത്രത്തോളം തെയ്യത്തിൽ മികവ് തെളിയിക്കുന്നു അത്രത്തോളം പുറത്തു നിന്നുള്ള ആൾക്കാർ കാണുന്നതിൽ വ്യത്യാസം വരും. വേറെ പുറത്തുനിന്ന് കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരെല്ലാം കാണുമ്പോൾ എൻ്റെ അപ്പനെയും കാണുമ്പോൾ ഇപ്പോഴും ഒന്ന് ചെറുങ്ങനെ ഒന്ന് വഴങ്ങാറുണ്ട്. ചില സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് ആ ഒരു പയ്യന്നൂര് ആ ഭാഗമെല്ലാം പോയി കഴിഞ്ഞാൽ മലയനല്ലേ, അവർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥാനം അതേ നമ്മൾ കൊടുക്കാവൂ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ കൊണ്ട് ഇത്രയും മണിക്കൂറുകൾ കെട്ടി നിന്നിട്ട് വിജയിപ്പിച്ചെടുക്കുന്ന ആ ഒരു കലാടിമാർക്ക് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വീണ്ടും അടുത്തൊരു തെയ്യാട്ട കാലം വരുന്നവരേക്കും ഞാനൊരു സാധാ മനുഷ്യനാണ്.